റിനോയ് ലവ് എന്ന് പറഞ്ഞിട്ട് ഒരു യൂട്യൂബ് ചാനല്, അതിലൊരു പയ്യൻ, കൊച്ചു പയ്യനാട്ടോ, കൈ വളരെ വളരെ ചെറുതാ, ഉണ്ണിക്കാൽ വളരെ വളരെ ചെറുതാ. എങ്ങനെയായാലും ഒരു 10-18 വയസ്സിന് താഴെയുള്ള കണ്ടിട്ട് തോന്നുന്നേ. അവനിരുന്ന് ഇങ്ങനെ നമ്മുടെ വയനാട് ദുരന്തത്തിനെ കുറിച്ച് ഉള്ള വാർത്തകൾ കണ്ടിട്ട് ചിരിക്കുക. ഭയങ്കര ചിരിയാണ് അവന്. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. നമ്മളിവിടെ കുറച്ച് ആളുകൾ, വയനാട്ടിലുള്ള കുറച്ച് ആളുകൾ അവനെ കണ്ടേ ഒക്കൂളൂ എന്നും പറഞ്ഞിട്ട് ഇരിപ്പുണ്ടാവാ. തീപ്പന്തലിന്റെ ആരാധകരായിരിക്കും. ഇനി 2 പേർ കൂടി ഇതിൽ പണിയാനുള്ള സ്ഥലമില്ല. പോയിട്ട് 7 മാസം കഴിഞ്ഞിട്ട് വരാൻ പറയൂ. കാരണം ഒരു ഭയങ്കര തമാശയായിട്ടാണ് തോന്നുന്നത്. നമ്മുടെ ഇവിടെ ചൂരൽമലയിലുണ്ടായ അപകടത്തിൽ ആളുകളെ കാണാതായി എന്ന് പറയുന്നതും മരിച്ചു എന്ന് പറയുന്നതും അവിടുത്തെ ഈ വെള്ളാർമല സ്കൂളിലെ പ്രിൻസിപ്പാളുടെ വിഷമമൊക്കെ കാണുമ്പോഴേ, സ്കൂൾ പിള്ളേർ ഓർത്തിട്ട് ആ വിഷമമൊക്കെ കാണുമ്പോൾ അവന് ഭയങ്കര ചിരിയാണ് വരുന്നത്. എന്തിനാണ് വഴി കൂടെ പോണ വയ്യാവലിയായിരുന്നു വാങ്ങണത്? ചിരി സഹിക്കാൻ പറ്റുന്നില്ല അവന്. അപ്പൊ അവന്റെ ആ ചിരി നമ്മൾ മാറ്റി കൊടുക്കണ്ട. അവൻ യൂട്യൂബ് ചാനൽ ഡിലീറ്റ് ചെയ്ത് പോയി. പക്ഷെ അവിടെ ഒരു പരിഹാരമായില്ലല്ലോ അല്ലേ? അവന്റെ ചിരി നമ്മൾ എന്നേക്കുമായിട്ട് നിർത്തണ്ടേ? അപ്പോഴല്ലേ അതിനൊരു പരിഹാരമാവുള്ളൂ അല്ലേ? ഇത്രയും വലിയൊരു ദുരന്തത്തില് എത്ര കുഞ്ഞുങ്ങളാണ് ഒറ്റപ്പെട്ടു പോയത്? എത്ര കുഞ്ഞുങ്ങളാണ് ഈ വാർത്തകൾ ഇതുപോലത്തെ ഇതിന്റെ ന്യൂസൊക്കെ കണ്ടിട്ട് വിഷമിച്ചിരിക്കുന്നത്? നിങ്ങളുടെ വീട്ടിലുള്ള കൊച്ചു പിള്ളേര്, അവരെ നോക്കൂ. അവർക്ക് ഈ വാർത്ത, ഈ ഇതുപോലത്തെ ന്യൂസ് ഒക്കെ കാണുമ്പോൾ ഒരു വിഷമം ഇല്ലേ? അവരുടെ കണ്ണുകളിൽ വിഷമമില്ലേ? അവരുടെ മുഖത്ത് വിഷമമില്ലേ? മനുഷ്യനായി ജനിച്ചാൽ അങ്ങനെയാണേ. അതാണ് മനുഷ്യൻ. അപ്പൊ ഇവൻ ആ ഗണത്തിൽപ്പെട്ടവനല്ല ഏതായാലും.